the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ തിരുനാളാണ്. പെന്തക്കോസ്ത തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്. ഈ സമയം ഈ സമൂഹത്തിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഹൃദയം തുറങ്ങി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവരുടെ മേൽ വ്യാപരിക്കും. ഒരു കുട്ടി ഹൃദയം തുറങ്ങി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെ കുറിച്ച് അവൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് മൈക്കിൾ, ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഈ വർഷം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. എനിക്ക് 10ൽ കയറിയപ്പോൾ തൊട്ട് പഠിക്കാനായിട്ട് ഭയങ്കര മടിയാണ്, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. 10ാം ക്ലാസ്സിൽ അല്ലേ പഠിക്കാൻ മടി, ഒന്നും തോന്നണില്ല. കുട്ടീനെ സമ്മതിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് ജസ്റ്റ് പാസ് മാർക്ക്, ഒട്ടും അതിന് മേലോട്ടില്ല. ടീച്ചേഴ്സും വീട്ടുകാരും എല്ലാം എന്നെ വഴക്ക് പറയുമായിരുന്നു. അത് ഓടിച്ചിട്ട് വഴക്ക് പറയും, കാരണം ഇങ്ങനെയല്ല, അതുകൊണ്ട് വഴക്ക് നന്നായിട്ടുണ്ടാവും. ഞാൻ ഫൈനൽ എക്സാമിനും അങ്ങനെ തന്നെ പോയി, തലേദിവസം വരെ കളിച്ചിട്ടാണ് പോയത്. ഈ SSLC അത്ര അത് ഭയങ്കര സ്ട്രോങ് മൈൻഡാട്ടാ. പക്ഷേ തലേദിവസം വരെ കളിച്ച് തിരിച്ച് നടന്നിട്ട് പിറ്റേ ദിവസം വേഗം ഒരു പേപ്പർ എടുത്ത് ഒരു പേന എടുത്ത് ഓടിപ്പോയി. എന്നിട്ട് പക്ഷെ പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അത് പിന്നെ പരീക്ഷയ്ക്ക് എന്തായി, ഒന്നും എഴുതാൻ പറ്റിയില്ല. കാരണം തലേദിവസം മുഴുവൻ കളിച്ച് നടന്നിട്ട് പിന്നെ എന്താ എഴുതുന്നത്? പരീക്ഷ പേപ്പർ കണ്ടപ്പോൾ ഇതൊക്കെ ഏത് സ്ഥലത്തെ ചോദ്യമായിരിക്കും, ഒരു പരിചയമില്ലാത്ത ചോദ്യങ്ങളെല്ലാം കൂടെ വന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ആൻറ്റി അങ്കിളും ഇങ്ങോട്ട് ഇതുപോലൊരു വണ്ടി വരുന്നുണ്ട്, അതിന് നീ അട്ടപ്പാടിക്ക് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം ഇവിടെ മല വന്നപ്പോൾ കുറേ പേര് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റുന്നില്ല, ഈശോയോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് കിട്ടിയെന്നൊക്കെ. ദൈവമേ. എന്നിട്ട് അന്നേരം ഞാനും വിശ്വസിച്ച് എന്നെ ഈശോ സഹായിക്കുമെന്ന്. അന്ന് വരെ പ്രാർത്ഥിക്കാൻ നടന്നാൽ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശരിക്കും അന്ന് തൊട്ട് ശരിക്കും ഈശോ ഉണ്ടെന്നും ഈശോ തന്നോട് പ്രാർത്ഥിക്കുന്നവരോട് കാര്യം ചില ഉഴപ്പനാണെങ്കിലും അബദ്ധമൊക്കെ കാണിച്ചു കൂട്ടി, എന്നാലും ഈശോ അത് പരിഹരിക്കുമെന്നും ഇവനൊരു വിശ്വാസം കിട്ടി. അന്ന് തൊട്ട് ശരിക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി, എനിക്ക് 88% മാർക്ക്. മകനെ 88 തലേദിവസം വരെ കളിച്ച് അവസാനത്തെ സീരിയലും കണ്ട്, കളിയുടെ കൂടുതലാണ് TV ഭ്രാന്ത്, അത് കുറച്ചുണ്ടാവും, കുറച്ച് ഇല്ല, അത്രയില്ല അല്ലേ, കളിയാണ് മെയിൻ. എന്തായാലും ശരി. എന്നിട്ടേ പക്ഷെ എന്നാലും അവൻ ഇവിടെ വന്നപ്പം ചില കുട്ടികൾ വന്ന് എനിക്ക് പരീക്ഷയ്ക്കൊന്നും എഴുതാൻ പറ്റിയില്ല, ഒരിക്കലും ഞാൻ ജയിച്ചിട്ടില്ല, പരീക്ഷ പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഇനി ഈശോയ്ക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ഈശോ അവർക്ക് 80-90% മാർക്ക് കൊടുത്തത് ഇവൻ കേട്ടപ്പോൾ ഇവന് വിശ്വാസമായി. അപ്പോൾ ഇവൻ പറഞ്ഞു, ആ കുട്ടികൾക്ക് കൊടുത്തവരെ എന്നെ ഒന്ന് സഹായിച്ചാൽ ഞാൻ ഇനി തൊട്ട് ശരിക്കും കഠിനാധ്വാനം ചെയ്തോളാം അല്ലേ. ഇനി കഠിനാധ്വാനം ഞാൻ തീരുമാനിക്കണം, ഇല്ലെങ്കിൽ ഫൗളാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈശോയോട് പറഞ്ഞു, ഇതുവരെ വന്നതെല്ലാം മായ്ച്ച് കളയാം, ഇനി കോളേജിലേക്ക് വിട്ടാൽ ശരിക്കും പഠിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് നല്ല വിശ്വാസമായി, ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എത്ര മാർക്ക് നിങ്ങൾ പറഞ്ഞു? അത് കേൾക്കുമ്പോൾ ശരിക്കൊരു 88% മാർക്ക്. കുറേ മരമണ്ടൂസുകൾ ഇരിപ്പുണ്ട്. 88% മാർക്ക് കിട്ടി. 88%. കുട്ടികളെ പഠിക്കാൻ ബുദ്ധിയില്ലാത്തവരും ഓർമ്മയില്ലാത്തവരും താല്പര്യമില്ലാത്തവരും സ്കൂളിൽ പോകാനും താല്പര്യമില്ലാത്തവരും ഒക്കെ കേൾക്കണം. ഈശോയോട് പ്രാർത്ഥിച്ചാൽ ഈശോ നമ്മുടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും മാറ്റി നല്ല നിലയിൽ ഈശോ നമ്മളെ നടത്തും. അന്ന് തൊട്ടാ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് നേരെ കൂടാൻ തുടങ്ങി. അന്ന് തൊട്ട് പിന്നെ കുടുംബ പ്രാർത്ഥന നേരെ ചൊവ്വേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നേരെ ചൊവ്വേ കുടുംബ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങി. മാതാപിതാക്കന്മാർക്ക് സന്തോഷമായോ? ഒത്തിരി സന്തോഷമായി, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അട്ടപ്പാടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പം വണ്ടിക്കൂലിയോ അത് 2 തവണ വണ്ടിക്കൂലിയോ നേക്കാം, നീ പൊക്കോടെ പറഞ്ഞ് മാതാപിതാക്കന്മാർ സന്തോഷത്തോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈ ഉയർത്തി നന്നായിട്ട് സന്തോഷത്തോടെ കൈയടിച്ച് വിദ്യാർത്ഥിനികളെ സ്നേഹിക്കുന്ന ഈശോയാണ് ഈ മലമുകളിൽ ഇരിക്കുന്ന അഭിഷേകാഗ്നിയിലെ ഈശോ. നന്നായിട്ട് കൈയടിച്ച് കൃപയാലേ അനുദിനവും
പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, ആ ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്നേഹത്തോടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് അദ്ദേഹത്തെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക്, യേശുവിലേക്ക് അടുപ്പിച്ചു, വിശുദ്ധ ജീവിതത്തിലേക്ക് അടുപ്പിച്ചു, വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെ വാക്യങ്ങൾ. സെൻറ്റ് ജോൺ ചാപ്റ്റർ 7 വേഴ്സസ് 37 to 39. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ അതുവരെയും യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. St. John chapter 7 verses 37 to 39. On the last day of the festival, the great day, while Jesus was standing there, he cried out, "Let anyone who is thirsty, let him come to me, and let the one who believes in me drink. As the scripture has said, out of the believer's heart shall flow rivers of living water." Now he said this about the Spirit which believers in him were to receive. For as yet there was no Spirit, because Jesus was not yet glorified. യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അതിനാൽ അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മഹത്വീകരിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം കുരിശിൽ മരിക്കുക, നമ്മുടെ പാപങ്ങൾക്ക് ബലിയായി തീരുക എന്നതാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന് ഈശോ കുരിശിൽ മരിച്ചുകൊണ്ടാണ് നമ്മുടെ മേൽ ഈ പരിശുദ്ധാത്മാവിനെ വർഷിച്ചത്. എന്തിനു വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചത്? സുവിശേഷ വേല, ആത്മാക്കളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടി. ഇനി പരിശുദ്ധാത്മാവുമായി നല്ല ഫ്രണ്ട്ഷിപ്പിൽ, നല്ല സന്തോഷമായി, അങ്ങനെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായി പരിശുദ്ധാത്മാവോടെ ജീവിക്കുക, അങ്ങനെ സന്തോഷിക്കുക. ഇതിനല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നന്നായി പ്രാർത്ഥിക്കണം, നമുക്ക് നന്നായി പഠിക്കണം, നമുക്ക് നന്നായി നല്ല സൽസ്വഭാവം ഉണ്ടാകണം. ഇതിനു വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. ഹോളി സ്പിരിറ്റ് ഈസ് എ ചീഫ് ഇവാഞ്ചലൈസർ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മളെ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കും, നമ്മളെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കും, നിത്യജീവനിലേക്ക് അടുപ്പിക്കും. നമുക്ക് അനുതാപം കിട്ടും, നമുക്ക് പാപബോധം ഉണ്ടാവും. നമ്മൾ ദൈവപിതാവിനെ പിതാവേ എന്ന് വിളിക്കാൻ തുടങ്ങും, യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ തുടങ്ങും. മാത്രമല്ല നമ്മൾ മറ്റനേകം ആത്മാക്കളെ പോയി യേശു ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ആത്മാവിലേക്ക് ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, മറ്റുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി സ്വീകാര്യമാകുമ്പോൾ, ഈ ആത്മാവ് അവരുടെ മേൽ വർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ പരിശുദ്ധാത്മാവ് ആത്മാക്കളെ, മനുഷ്യരെ, ഓരോരുത്തരെയും നിത്യജീവനാകുന്ന യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കും. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോയി. എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നു. അവൻ 8ാം ക്ലാസ് വരെയും
വലിയ തെറ്റില്ലാത്ത രീതിയിൽ പഠനം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഹൈസ്കൂളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ പഠനം പൊതുവെ കുറഞ്ഞ് 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഫസ്റ്റിലത്തെ ഓണപ്പരീക്ഷയ്ക്ക് വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഏകദേശം 40-ന് താഴെ മാർക്ക് കിട്ടിയുള്ളൂ. കണക്കിനാണെങ്കിൽ 80-ൽ 5 മാർക്കാണ് കിട്ടിയത്. 80-ൽ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഇത്തിരി കൂടെ താഴത്തേക്ക് പോന്നാൽ ഒരു കാര്യത്തിൽ 1ാം സ്ഥാനത്താവും. അങ്ങനെ ഞങ്ങൾ മാനസികമായിട്ടാകെ ഭയങ്കര സങ്കടവും ദുഃഖമൊക്കെ എല്ലാവർക്കും, വൈഫിനും വീട്ടിലെല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ പലരും പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫാണെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ അട്ടപ്പാടിയിൽ വന്നിരുന്ന വ്യക്തിയാണ്. ആ ഒരു വിശ്വാസത്തിൽ പുള്ളിക്കാരത്ത് പറയും, ജോയ് അട്ടപ്പാടി ആ പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറയും. ഞാൻ പറഞ്ഞ പുസ്തകം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആൾ ജയിക്കുമോ, ആൾ വീട്ടിൽ നിന്ന് പഠിക്കാനല്ലേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കും. എനിക്കാണെങ്കിൽ സഹോദരന് ആ ലോകത്തിൻ്റെ വിശ്വാസമാണ്. താൻ പാതി ദൈവം പാതി എന്നല്ല, മുഴുവൻ നമ്മൾ നോക്കിയാൽ നമുക്കുണ്ട്, അവനോ നോക്കിയാൽ അവനവന് കൊള്ളാം. ജയിക്കണമെങ്കിൽ പഠിക്കണം. ഞാനതുപോലെ തന്നെ ഒരു സത്യം പറയട്ടെ, ഇതിലൊന്നും വിശ്വസിച്ചിരുന്ന വ്യക്തിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് അട്ടപ്പാടിയിൽ വരുന്നതും ഒരു മുഴുവൻ ദിനത്തിലുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ഒരു ദിവസത്തെ 5 ദിവസത്തെ ധ്യാനത്തിന് ഇവിടുത്തെ ആളുകൾ ഒരുപാട് തവണ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം താമസ ധ്യാനം അതൊന്നുമില്ല, ഒരു ദിവസത്തെ ധ്യാനത്തിന് ആദ്യമായിട്ട് കൂടുകയാണ്. അപ്പം നോക്ക് ആളുടെ സംഭവം മനസ്സിലായി. എൻ്റെ ഇടവക പള്ളിയിൽ പോലും 3 ദിവസം ധ്യാനം കൂടുമ്പോൾ ഞാൻ അവസാന ദിവസം ആ അവസാന മണിക്കൂറുകളിൽ ചെന്ന് നിന്ന് കൂടി ഇങ്ങോട്ട് പോരും. കാരണം എപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കൾ ഞാൻ വിമർശിക്കും, കാരണം പ്രാർത്ഥിക്കാൻ എന്തിനാണ് ഇത് അട്ടപ്പാടി വരെയും പോണത്, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്നുള്ള ചില ചിന്താഗതികളും അങ്ങനെയുള്ള കാഴ്ചപ്പാടും എനിക്ക് ആയിരുന്നാൽ ഞാനൊരിക്കലും ഇത് കയ്യിലെടുക്കുകയോ ഇതിന് പ്രാർത്ഥിക്കുകയോ ചെയ്തൊരു വ്യക്തിയല്ല. 10ാം ക്ലാസ്സിൽ അങ്ങനെ ക്രിസ്മസ് പരീക്ഷ വന്നു. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്ക് വളരെ ഈ 40% നിന്ന് ഒരു 45% വർദ്ധിച്ചെന്നല്ലാണ്ട് യാതൊരു വിരോധിയും വന്നില്ല. 4 മാർക്ക് കിട്ടിയത് 8 മാർക്കായി മാത്സിന് 80-ൽ. ഞാൻ അവനോട് കളിയാക്കി ചോദിക്കും, ഇത്രയും നേരം നീ ബുക്കിൽ എഴുതി വെച്ചതിൻ്റെ ആ ഒരു മാർക്ക് പോലും അവർ തന്നില്ല, പേനായും പെൻസിൽ ഇത്രയും ചിലവാക്കിയില്ല, അതിൻ്റെ മാർക്ക് പോലും ടീച്ചർ തന്നില്ലോടാ. അവസാനം ക്ലാസ്സിൽ ഇവൻ്റെ സുഹൃത്തുക്കളും കൂടെ ഒരു ചെറിയ വഴക്കുണ്ടാക്കി. അത് മോഡൽ പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ ടീച്ചർ എന്നെ വിളിപ്പിച്ച് അത്യാവശ്യം ക്ലാസ്സിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളുമായിട്ടൊരു വഴക്കുണ്ടാക്കി ടീച്ചർ ഇവനെ പുറത്താക്കി നിർത്തിയിരിക്കുകയാണ്, ഇവനെയും ഇവൻ്റെ വേറെ സുഹൃത്തിനെയും. ടീച്ചർ ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞ്, കുട്ടീനെ വിളിച്ചുകൊണ്ട് ചോദിക്കുമോ, എന്നെ വീട്ടിലിരുത്തി പഠിപ്പിച്ചാൽ മതി, ഇനി ഏതായാലും മാർക്കൊക്കെ കുറവാണ്, ഞാൻ ഹോൾ ടിക്കറ്റ് തന്നേക്കാം, മോഡൽ പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് തരാൻ ഇതിന് മേടിച്ച് നോക്കണം പറഞ്ഞു. ഞാൻ ആകപ്പാടെ ഡൗണായി. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് വൈഫിനോട് ദേഷ്യപ്പെട്ടു. ഞാൻ എപ്പോഴും പറയാറില്ല, അങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പുള്ളിക്കാരത്തി വൈകുന്നേരം ചെന്നപ്പോഴും പറഞ്ഞ്, ജോയി പ്രാർത്ഥിച്ചാൽ മതി, ഇങ്ങനെ ബുക്കെടുത്ത് പ്രാർത്ഥിക്ക്, 8:30 ഞായറാഴ്ച ദിവസം ഈ പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, ഒരു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. സുഹൃത്തുക്കൾ പറഞ്ഞ്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പുള്ളി എപ്പോഴും എന്നെ പ്രേരിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ ഈ അയൽക്കൂട്ടമൊക്കെ എന്ന് പറഞ്ഞ പരിപാടികൾ വൈകുന്നേരമുണ്ട്, മിക്കവാറും ഒക്കെ 8 മണിയാകുമ്പോൾ നിർത്തിവെച്ചു അദ്ദേഹം ഇത് കാണാൻ പോകും. ഞങ്ങൾ ഈ പരിപാടി കാണാത്തതുകൊണ്ട് മാറി എവിടെയെങ്കിലും വർത്താനം പറഞ്ഞിരിക്കുന്നൊരു പതിവായിരുന്നു. പക്ഷേ ക്രമേണ ഇത് കാണാൻ തുടങ്ങി. ഈ മോഡൽ പരീക്ഷയ്ക്ക് മാർക്ക് വളരെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചും പറഞ്ഞ്, ഈ മോഡൽ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്, ഇവൻ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റ് ഒന്നും മേടിക്കാൻ വന്നിട്ടില്ല, 3 വിഷയത്തിന് തോറ്റിരിക്കുകയാണ്, ഇവനും എല്ലാം തോറ്റ് പോയി. അവസാനം ഫൈനൽ പരീക്ഷയുടെ 3 ദിവസം മുമ്പ് ഞാൻ ആലോചിച്ചു, ഇനിയൊരു മാർഗ്ഗമില്ല, പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ശക്തി എനിക്കില്ല, കാരണം അതിനൊരു താല്പര്യമില്ലാത്തതുകൊണ്ട്. എൻ്റെ വൈഫാണെങ്കിൽ ബുക്ക് എടുത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥനയാണ്. ഞാനിത് കാണുമ്പോൾ ഞാൻ നോക്കും, അങ്ങോട്ട് മാറ്റിയിടും. യേശുനാമത്തിന്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം കേട്ടോ, ഞങ്ങൾ ഓർമ്മ വെച്ചത് ഏതാ പുസ്തകം എന്നുള്ളത് കേട്ടോ. ഈ ബുക്ക് തന്നെയാണ്. ഞങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ അവിടെ ഒരു ഇതുപോലത്തെ ടേബിളുണ്ട്. ടേബിളിൻ്റെ വൈഫ് 2-3 ബുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പുള്ളിക്കാരത്തി എടുത്ത് വായിക്കും. എന്നോട് പറയും, എൻ്റെ കാലിൻ്റെ വേദന, ഈ കണ്ണയ്ക്കോടെ ചെറിയ ദിവസം വേദന ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഈ ജോയി ആ ബുക്ക് എടുത്ത് കണ്ണയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് ഞാൻ പറഞ്ഞു, പിന്നെ കണ്ണ വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മരുന്ന് കൂത്താലേ വേദന പോകുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ബുക്ക് തോന്നുന്നില്ല. പുള്ളി ഡോക്ടറെ കാണുക, മരുന്ന് മേടിക്കുക, പുള്ളിക്കാരത്തെ അപ്പുറത്തുണ്ടെങ്കിൽ പഠിക്കുക, ജയിക്കുക, ഇങ്ങനെയാണ് നമ്മുടെ പ്രിൻസിപ്പിള്. പുള്ളിക്കാരത്തെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ആകട്ടെ എന്നെതിരെ ഞാൻ ബുക്ക് എടുത്ത് പതുക്കെ ഇങ്ങനെ വെച്ച് പുള്ളിക്കാരത്തെ അടുത്തവരെ കണ്ടപ്പോൾ ഞാൻ അടുത്ത് മാറ്റി കളഞ്ഞു. കാരണം അത് ചെറിയൊരു സാധനം ഉണ്ടല്ലോ, ഒരു സാധനം അങ്ങനെ. പക്ഷെ എനിക്ക് അതുകൊണ്ട് പുള്ളിക്കാരത്തെ അങ്ങോട്ട് തിരിഞ്ഞ പക്കം നോക്കിയത് വേഗം എടുത്ത് എന്നിട്ട് എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല. അപ്പോൾ പുള്ളിക്കാരത്ത് കണ്ട് ജോയിൻ്റെ വേദന മാറിയ ഞാൻ പറഞ്ഞു, വേദന മാറിയെന്നില്ല, നാളെ പറയാമെന്ന് പറഞ്ഞു വിവരം. അങ്ങനെ അത് കഴിഞ്ഞു പോയി. ഈ പരീക്ഷയുടെ ഈ ഒരു 3 ദിവസം 4 ദിവസം മുമ്പ് കഴിഞ്ഞപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ല. ഇനി എന്ത് ചെയ്യും, ആരോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനാണ്? 2 ട്യൂഷൻ ക്ലാസ് മാറ്റി അവനെ. അങ്ങനെയൊക്കെ അവസരത്തിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫ് അന്ന് എല്ലാ ദിവസവും ഈ പ്രാർത്ഥനയാണ് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു മാർഗ്ഗമില്ല. 3 ദിവസം ഇനി പരീക്ഷയ്ക്ക് 3 ദിവസമേ ഉള്ളൂ. ഒരു 10 മണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ഡെസ്കിൻ്റെ പുറത്ത് ഈ ബുക്ക് ഇരിക്കുകയാണ്. വൈഫൊന്നും മുറിലോട്ട് വന്നിട്ടില്ല.
ഞാനങ്ങനെ ചുമ്മാ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കുറച്ച് നേരം കുത്തിയിരുന്ന് ഞാൻ പതുക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി പതുക്കെ ബുക്ക് എടുത്ത് ഇങ്ങനെ അതൊക്കെ ബുക്ക് എടുത്ത് വെച്ച് അതൊക്കെ വായിച്ച് നോക്കി. ഞാൻ കുറച്ച് ഇങ്ങനെ ഹൃദയത്തിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവമേ ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എൻ്റെ ബന്ധുക്കളൊക്കെ എപ്പോഴും തിരക്കാറുണ്ട്. അൻസിലെന്നാണ് എൻ്റെ മകൻ്റെ പേര്. എൻ്റെ അവൻ്റെ പഠനം ഉടമ്പൽ അവരൊക്കെ നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് പോയവരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നിർത്താനൊരു വിഷമം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എങ്ങനെയെങ്കിലും 70-75% ഇടയ്ക്ക് അവന് മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന്. ഇതെനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. ഇത് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ ഇവിടെ വരും എന്നുള്ളൊരു യാതൊരു വിശ്വാസമില്ല. കാരണം മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, മാർക്ക് കിട്ടിയാലെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാർക്ക് കിട്ടിയാലെന്ന് ഇല്ല, ഇത് ഞാൻ എൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ് 75% മാർക്കെങ്കിലും കിട്ടണമെന്ന്. കാരണം വരും എന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 8 മാർക്ക് 4 മാർക്കൊക്കെയാണ് കിട്ടിയ വ്യക്തിക്ക് എങ്ങനെ ഇരിക്കാൻ അങ്ങേറ്റം വന്നാലും കിട്ടാൻ പോണത് 20-ന് താഴെ മാർക്ക് എങ്ങനെ പിടിച്ചാലും അതിൽക്കുള്ള അപ്പുറം പ്രതീക്ഷയില്ല. എങ്കിലും ഒരു പിടി അവസാനത്തെ 3 ദിവസം ഒരു പിടിവള്ളി എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ മനസ്സ് ഓർത്തു, ഇതേ ഉള്ളു കച്ചിത്തുരുമ്പ്. യേശുനാമത്തിന്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം എടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച എൻ്റെ യേശുവേ, അത് 2 ദിവസം. 3-ാമത്തെ ദിവസം പിന്നെ ഓർത്തില്ല, എങ്കിലും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2 ദിവസം ഈ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഓരോ ദിവസം പരീക്ഷ കഴിയുമ്പോൾ അവനോട് ചോദിക്കും എങ്ങനെ ഇരുന്നാണ്. ആദ്യത്തെ ദിവസം മാത്രമേ ചോദിച്ചുള്ളൂ എങ്ങനെ ഇരുന്നാൽ അവന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് 4 മാർക്ക് കിട്ടിയപ്പോൾ അവൻ പറഞ്ഞത് 8 മാർക്ക് കിട്ടിയപ്പോൾ കുഴപ്പമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇത് പഴയ പോലെ തന്നെയാണ് എന്നെൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് പിന്നെയാണെന്ന് ചോദിച്ചില്ല. റിസൾട്ട് വന്ന് പരീക്ഷ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ഉടനെ ഇവൻ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിട്ട് 2 ആഴ്ച നിൽക്കാനായിട്ട് പോയി. 2 ആഴ്ച നിൽക്കാനായിട്ട് പോയി. അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ നിൽക്കാൻ പോയി. റിസൾട്ടിന് ഞാൻ അവനോട് ചോദിച്ചില്ല. അവൻ റിസൾട്ട് നോക്കി എന്നോട് ചോദിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു അവൻ ജയിക്കുന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നുകൊണ്ടായിരിക്കാം അവൻ തിരക്കായിരുന്നത്. റിസൾട്ട് അന്വേഷിക്കുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അപ്പുറത്തൊരു കമ്പ്യൂട്ടർ സെൻ്റർ ഉണ്ട്. അവിടെ പോയി നമ്പർ മൊബൈലിൽ നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞു, സുഹൃത്തെ നമ്പർ നോക്കി ഇതിൻ്റെ പ്രിൻ്റ് ഒന്ന് എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ പ്രിൻ്റ് എടുത്ത് നോക്കി, അവൻ 93% മാർക്കോടെ ജയിച്ചിരിക്കുന്നു. ഞാൻ 93%. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ അട്ടപ്പാടിയിൽ വരുന്നതും ഈ പുസ്തകത്തിൻ്റെ ശക്തി. അതിലൂടെ ഞാൻ എന്നെ ഇങ്ങോട്ട് പ്രേരിപ്പിച്ച എൻ്റെ സുഹൃത്തിനോട് ഞാൻ അന്നേരം പറഞ്ഞ്, താങ്കളാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം എപ്പോഴും എന്നോട് അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹമാണ് ഞാൻ എൻ്റെ മകനെയും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആദ്യമായി അട്ടപ്പാടിയിലെത്തി. പ്രൈസ് ദി ലോർഡ്. അട്ടപ്പാടി എത്തിയെന്ന് മാത്രമല്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ദിവസം ധ്യാനം കൂടുക അല്ലേ? ഒരു ദിവസം ഒരു വൺ ഡേ ധ്യാനം. സാധാരണ ഇടവക ധ്യാനം ഉണ്ടെങ്കിൽ പോലും അവസാനത്തെ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത് കർത്താവ് അങ്ങോട്ട് ദൈവം അങ്ങോട്ട് ഹൃദയം തുറന്ന് വലിയ സംഭവമായത്. പ്രൈസ് ദി ലോർഡ്. ഒരു രാജ്യം മുഴുവൻ മാനസാന്തരപ്പെടുന്ന പോലെയാണ് എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹൃദയത്തുറവിയില്ല, അനുഭവമില്ല, വിശ്വാസമില്ല. ആ ഒരു ദൈവ പൈതലിനെ എത്ര ടെൻഡറായിട്ടാണ്, എത്ര ശ്രദ്ധയോടെയാണ് പരിശുദ്ധാത്മാവ് യേശുവാകുന്ന നിത്യജീവനിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് രക്ഷയിലേക്ക് നയിക്കുന്ന ആത്മാവ്. യേശുവാകുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 2-3 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവൻ്റെ മേൽ കൈകൾ വെപ്പ് നടത്തി പറഞ്ഞയച്ചു. പൗലോസിനെയും ബർന്നബാസിനെയും എൻ്റെ ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി? പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ് യേശുവാകുന്ന നിത്യജീവനിലേക്ക് നയിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ് എല്ലാ ആത്മാക്കളെയും യേശുവാകുന്ന നിത്യരക്ഷയിലേക്ക് നയിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുലിഖിതം, സെന്റ് ജോൺ 17:3. ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. 1 യോഹന്നാൻ 5:12. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. 1 ജോൺ 5:12. യേശുവാണ് നിത്യജീവൻ. അതിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. മാത്രമല്ല, നമ്മൾ ഒരിക്കൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഈ ആത്മാവിൻ്റെ ദൗത്യം
യേശുവിലേക്ക് ആത്മാക്കളെ ആകർഷിക്കുക, വിശ്വാസത്തിലേക്ക് മക്കളെ കൊണ്ടുവരിക, വിശുദ്ധ ജീവിതത്തിലേക്ക് ദൈവജനത ഉയർത്തുക. ഈ ആത്മാവിൻ്റെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ സുവിശേഷ വേല ചെയ്യും. ഹോളി സ്പിരിറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഹൃദയം തുടങ്ങി, ഓ പരിശുദ്ധാത്മാവേ, ആദ്യ പെന്തക്കോസ്താ തിരുനാളിൽ കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ എഴുന്നള്ളി വന്നതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. രണ്ട് കരങ്ങൾ ഉയർത്തി എത്രമാത്രം ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാമോ അത്രയും ഉച്ചത്തിൽ സ്തുതിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. Hallelujah. Hallelujah. Glory, glory, glory. Fire, fire. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകത്തൻ രൂപത്തോടെ കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകത്തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയ ഭൂമിയിളകും അഭിഷേക ശക്തിയ വേഗം നിറയണമേ നിറയണമേ. Holy Spirit, Holy Spirit. പുതിയൊരു കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഇത് പുതിയൊരു ദിനമാകട്ടെ. ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേക പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേക പൂരിതരാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കുടുംബത്തിലെ എല്ലാ അവസ്ഥകളെ സമർപ്പിക്കുന്നു, രോഗികളെ സമർപ്പിക്കുന്നു, വിദ്യാർത്ഥിനികൾ, ബാലികാ ബാലന്മാർ, യുവതിവാക്കന്മാർ, പ്രാർത്ഥിക്കാൻ മന്ദതയുള്ളവർ, വിഷമമുള്ളവർ എല്ലാവരെയും സമർപ്പിച്ചോ. ദൈവമേ, ജനതകളുടെ മേൽ ആത്മാവിനെ ചൊരിയണമേ. അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക. വലിയ ആഹ്ലാദത്തോടെ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക. വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. തിരുസഭയിൽ ചൊരിഞ്ഞിടുക. രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാം ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, ധീരതയേകണമേ, ധീരതയേ